കാൽകുന്നത്ത് കെ എ ഹസന്റെ ഓർമ്മയ്ക്കായി വിദ്യാലയ അഭിമാന പുരസ്കാരം സമ്മാനിച്ചു. മോറയ്ക്കാല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുരസ്കാര വിതരണം നടത്തി. പെരിങ്ങാല കാരുകുന്നത്ത് കെ എ ഹസന്റെ സ്മരണാർത്ഥം ESP ഏർപ്പെടുത്തിയ വിദ്യാലയ അഭിമാന പുരസ്കാരം 2026 മോറക്കാല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിതരണം ചെയ്തു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ മാനേജർ മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ സ്കൂളിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ നിമിഷമാണ്. കാരണം നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ച ഉന്നത വിദ്യ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ലഭിക്കുന്നു. ഈ അവാർഡ് കൊടുക്കുന്നതിനായിട്ട് ESP മീഡിയ ഈ സ്കൂളിനെ തിരഞ്ഞെടുത്തതിന് ആദ്യമേ തന്നെ ESP മീഡിയയോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. A+ വാങ്ങുക എന്നുള്ളത് അത്ര വലിയ കാര്യമല്ല എങ്കിലും എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം അതിൻ്റെ പിന്നിൽ അത്രയധികം കഠിനാധ്വാനവും അർപ്പണബോധവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അടുത്ത വർഷം നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി 9 മാസം നീണ്ടു കിടക്കുകയാണ്. ഈ 9 മാസം പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് A+ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വർഷം ഇതേ വേദിയിൽ ഇതുപോലെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ ഇതുപോലെ ഒരു ഡെസ്കിൽ 8-10 അവാർഡ് ഇരിക്കുന്നതിന് പകരം ഈ സ്റ്റേജ് നിറച്ച് അവാർഡുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലൊരു അവാർഡ് ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സിദ്ദിഖ് ഹസൻ അധ്യക്ഷത വഹിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂക്കട്ട ഒലിപ്പിച്ച് പൊട്ടിയ സ്ലേറ്റും കയ്യിൽ പിടിച്ച് 1ാം ക്ലാസ്സിൽ ഇന്നത്തെ സംവിധാനത്തിലെ KG, KG1 അല്ലെങ്കിൽ പ്ലേ സ്കൂൾ ഈ സംവിധാനങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ഈ സ്കൂളിലേക്ക് ഇതിൻ്റെ താഴെയുള്ള ഞങ്ങൾ താഴത്തെ സ്കൂളെന്ന് പറയും ആ സ്കൂളിലേക്ക് വന്നപ്പോൾ എന്താണ് എന്ന് അറിയാത്തൊരു ലോകത്തേക്ക് കടന്നു വന്നതാണ്. അവിടെ നിന്ന് ഉച്ചവെച്ച അക്ഷരങ്ങൾ കൂട്ടിയെഴുതാൻ പഠിപ്പിച്ച അധ്യാപകരുടെ സ്മരണയ്ക്ക് നിന്നുകൊണ്ടാണ് ഇന്ന് വലിയ ധന്യമായ ഒരു മുഹൂർത്തത്തിൽ ഈ വേദിയിൽ ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു പ്രോഗ്രാമിൽ അതും എൻ്റെ പിതാവിൻ്റെ പേരിൽ പഠിക്കുന്ന ഇവിടെ നിന്ന് വിദ്യാഭ്യാസത്തിൽ A ഗ്രേഡ് വാങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുക എന്നുള്ളത് ഒരു അഭിമാന മുഹൂർത്തമായി ഞാൻ കണക്കാക്കുന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ റെജി വർഗീസ് സ്വാഗതം പറഞ്ഞു. പ്രശസ്ത പിന്നണി ഗായകൻ KG മാർക്കോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ എൻ്റെ ചെറുപ്പകാലമാണ് ഞാൻ ഓർക്കുക. അന്നേരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് അന്ന് പ്രത്യേകിച്ചും ആ ചെറിയ പ്രായത്തിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നുമല്ല. അധ്യാപകർ രാവിലെ അതിൻ്റെ കൂടെ അവരുടെ ബുക്കിൻ്റെ കൂടെ ഒരു ചൂരൽവടിയും കൂടെ കാണും. ഇന്നിപ്പോൾ കുട്ടികളെ അടിക്കാൻ പറ്റില്ല, വഴക്ക് പറയാൻ പറ്റില്ല, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് ഇപ്പം നേരത്തെ പ്രിയ സുഹൃത്ത് ധ്രുവ് പറഞ്ഞ പോലെ നമ്മുടെ വിരൽത്തുമ്പിൽ നമുക്കെല്ലാം നിമിഷ നേരത്തിനുള്ളിൽ കിട്ടും. അത്രയ്ക്കും നമ്മൾ അഡ്വാൻസ്ഡായി കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലായാലും മീഡിയയുടെ കാര്യത്തിലായാലും ഇപ്പോൾ എവിടെ കയറിയാലും ഗൂഗിളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരങ്ങൾ അപ്പം തന്നെ കിട്ടും. ഇപ്പോൾ ഒരു സ്ഥലം പറയും, ഈ സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഗൂഗിളിന് കൊടുക്കുകയാണെങ്കിൽ ഈ സ്ഥലം ഇന്നടത്താണ്, ഇത്ര ദൂരമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ കംപ്ലീറ്റ് വിശദവിവരം കിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പഠിച്ചതിൻ്റെ ഒരു 5 ഇരട്ടിയോ 10 ഇരട്ടിയോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. പക്ഷെ അപ്പോൾ അത്രത്തോളം ഈസിനെസ്സും ഉണ്ട്. KA ഹസന്റെ മക്കളായ KH മുഹമ്മദ് കുഞ്ഞ്, ഇബ്രാഹിം KH, ജമാൽ ഹസൻ, സ്കൂൾ പ്രിൻസിപ്പൽ സിബി ജേക്കബ്, PTA പ്രസിഡന്റ് KB ബിജു എന്നിവർ ആശംസകൾ നേർന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പോസ്റ്റർ മിക്ക സ്കൂളുകളിലേക്ക് ഞാൻ അയച്ചു.
ഈ അയക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു ചെറിയൊരു ചടങ്ങാണ്, ഒരു അവാർഡ് കൊടുക്കുക തിരിച്ചു പോരുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഈ മോറയ്ക്കാല സ്കൂളിലേക്ക് അയച്ചപ്പോൾ സാറിനോട് പറഞ്ഞു എന്നാൽ അസംബ്ലി ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മൊമെൻ്റ് കൊടുക്കാനുണ്ട് കുറച്ച് കുട്ടികൾക്ക്, അതൊന്നും നടത്തും. ഓക്കെ എന്ന് പറഞ്ഞാൽ നിർത്തി. അങ്ങനെ മാനേജറിനെ വിളിച്ച് ഇന്ന ദിവസം നടത്താം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സ്പെഷ്യൽ ക്ലാസ് വെക്കുന്നുണ്ട് ശനിയാഴ്ച, അവിടെ വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹോളും ഇതൊക്കെ എനിക്ക് ഭയങ്കര പരിചയമുള്ളൊരു ഹോളാണ്. അപ്പോൾ ഓക്കെ ഇവിടെ വെച്ച് നടത്താമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വേദി എനിക്ക് വേണ്ടി ഒരുക്കി തരും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വളരെ മനസ്സ് നിറഞ്ഞ് നന്ദി സ്കൂൾ മാനേജ്മെന്റിനോടും അധ്യാപകരോടും ഞാൻ പറയുകയാണ്. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ താരവുമായ ജിതയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കെ എ ഹസന്റെ മക്കൾ KG മാർക്കോസിന് സ്നേഹോപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചുകൊണ്ട് KG മാർക്കോസ് തന്റെ പ്രശസ്ത ഗാനങ്ങൾ ആലപിച്ചു. ഒരു രാഗമേഘം പൂമാനമേ ഒരു രാഗമേഘം കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം റജു നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.